നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും പല ഡ്രീമുകളാണ്. അതായത് ചിലർക്ക് ക്യാമറ വാങ്ങുന്നതായിരിക്കും ഡ്രീം, ചിലർക്ക് എന്തെങ്കിലും അവരുടെ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാക്ബുക്കോ അങ്ങനെയുള്ള പല വലിയ സാധനങ്ങളിൽ വാങ്ങുന്നതായിരിക്കും അവരുടെ ഡ്രീം എന്ന് പറയുന്നത്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ലക്ഷറീസ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ല, നിങ്ങളുടെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഡ്രീമുകളുണ്ടല്ലോ. നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു എഡിറ്റിംഗ് PC വേണം, നല്ലൊരു ഗെയിമിംഗ് PC വേണം, നല്ലൊരു സ്ട്രീമിംഗ് PC വേണം, അല്ലെങ്കിൽ ഒരു ക്യാമറ വേണം, ലെൻസ് വേണം. ഇങ്ങനെയുള്ള ക്യാമറ ലെൻസൊക്കെ എസ്പെഷ്യലി എടുക്കുന്ന സമയത്തുള്ള പ്രശ്നം, രണ്ടിനും കൂടി EMI കിട്ടില്ല. ഏതെങ്കിലും ഒരു സാധനത്തിൽ ഒന്നിൽ ക്യാമറയുടെ ബോഡി അല്ലെങ്കിൽ ക്യാമറയുടെ ലെൻസ് ഇങ്ങനെയൊക്കെ EMI കിട്ടുള്ളൂ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നാവി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എന്താണ് നാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പേഴ്സണൽ ലോണുകളും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസുകളും ഹോം ലോണുകളും മ്യൂച്വൽ ഫണ്ടുകളും എല്ലാം നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ നോക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് നാവി എന്ന് പറയുന്നത്. നിങ്ങൾ പലപ്പോഴും തന്നെ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങളുടെ TV-യിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നാവിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപാട് വലിയ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഏകദേശം 20 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് ലോൺ എടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്തുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ വളരെ ഫ്രാങ്കായിട്ട് ഷെയർ ചെയ്യാം. അതായത് ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് ഏകദേശം ഒരു അറൗണ്ട് 1 ലക്ഷം രൂപയ്ക്കകത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പ്രോപ്പറായിട്ട് അടച്ച് തീർത്തു കംപ്ലീറ്റും ചെയ്തതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട് കുറച്ച് കാശിന് അത്യാവശ്യം വന്ന സമയത്ത് എനിക്ക് യൂസ് ചെയ്യേണ്ട ഒരു രീതി വന്നതുകൊണ്ടാണ് ഞാൻ നാവി ചൂസ് ചെയ്തത്. എൻ്റെ കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡ് ഒറ്റ തവണ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഇത്ര തുക മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ലിമിറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു വലിയൊരു പർച്ചേസ് ചെയ്യേണ്ടി വന്ന സമയത്ത് ഞാൻ എന്താണ് ചെയ്തത്, ഇങ്ങനൊരു ലോൺ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എടുത്തത് ഒരു പേഴ്സണൽ ലോണാണ്. അപ്പോൾ ഈ പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 20 ലക്ഷം രൂപ വരെ എടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് തുടങ്ങുന്നത് 9.9% പെർ ആനം ആണ്. പിന്നെ നമ്മുടെ ഈ നാവിക്കകത്ത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഹോം ലോണുകളും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ടൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ എടുത്തിട്ടുള്ളത് പേഴ്സണൽ ലോണുകളാണ്. നിങ്ങൾക്ക് ഇനി ഹോം ലോണും വേണമെന്നുണ്ടെങ്കിൽ 6.95% ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് ഹോം ലോണുകൾ നോക്കാം. ഏകദേശം 10 crore വരെയൊക്കെ ഹോം ലോൺ കിട്ടുമെന്നാണ് തോന്നുന്നത്. സോ ഹോം ലോണിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കറക്റ്റായിട്ട് ഇതിനകത്ത് പറയുന്നില്ല. പക്ഷേ ഞാൻ എടുത്തിട്ടുള്ള പേഴ്സണൽ ലോണിൻ്റെ കാര്യങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് നാവി എന്ന് പറഞ്ഞ ആപ്പിൻ്റെ അകത്ത് ഏകദേശം 20 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോണ് കിട്ടും. 9.9% പെർ ആനം ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിൻ്റെ അകത്തൊരു പേഴ്സണൽ ലോൺ എടുക്കാനായിട്ട് വേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ID പ്രൂഫ് എന്ന് പറയുന്നത് പാൻ കാർഡ്, ആധാർ, പിന്നീട് ഒരു പ്രൊഫൈൽ പിക്ചർ. നിങ്ങൾ ക്യാമറ യൂസ് ചെയ്ത് ഒരു പിക്ചർ എടുക്കണം. അതായത് നാവി ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിനകത്തുള്ള ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നീട് വേണ്ടത് ഇൻകം പ്രൂഫ് എന്ന് പറയുന്നത് ഒന്നിൽ സാലറി സ്ലിപ്പ്, നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ സാലറി സ്ലിപ്പ്, ഇല്ലാന്നുണ്ടെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത്. പിന്നീട് വേണ്ടത് നിങ്ങളുടെ അഡ്രസ് പ്രൂഫ്. അതിന് നിങ്ങൾക്ക് പാൻ കാർഡ് യൂസ് ചെയ്യാം, ഡ്രൈവിംഗ് ലൈസൻസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്യാസിൻ്റെയോ ഇലക്ട്രിസിറ്റിയുടെയോ വാട്ടറിൻ്റെയോ ഒക്കെ ബില്ലുകൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വേണ്ടത്. ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഉള്ളൊരു ഡൗട്ടായിരിക്കും ഇതിൻ്റെ ഡേറ്റ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നാവി അങ്ങനെ ഒരു തരത്തിലും ഡേറ്റ ലീക്കിങ് പ്രശ്നങ്ങളൊന്നുമില്ല. 100% ഡേറ്റ മൊത്തം ഇതിൻ്റെ അകത്ത് സേഫ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഇനി എന്തുകൊണ്ട് നാവി പേഴ്സണൽ ലോണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നുള്ളത്, ഞാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട് കുറച്ച് ഫണ്ടിന് ആവശ്യം വന്നപ്പോൾ, അതായത് ഒരു 5 to 6 days ഒന്നും എനിക്ക് കളയാനായിട്ടില്ല, ഇൻസ്റ്റൻ്റായിട്ട് വേണമെന്ന് തോന്നിയ സമയത്താണ് ഞാൻ നാവി ചൂസ് ചെയ്തത്. അതുമാത്രമല്ല കുറച്ചുകൂടി ട്രസ്റ്റഡ് ആയിട്ടുള്ള RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പും കൂടി ആയതുകൊണ്ടാണ് ഞാൻ നാവി ചൂസ് ചെയ്തത്. 10,000 രൂപ മുതൽ നിങ്ങൾക്ക് 20 ലക്ഷം വരെ ഇതിനകത്ത് നിന്ന് എടുക്കാനായിട്ട് പറ്റും. 72 മാസം വരെ നിങ്ങൾക്ക് ഫ്ലെക്സിബിളായിട്ട് നിങ്ങൾക്ക് റീപേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നീട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള 9.9% പെർ ആനമാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100% പേപ്പർലെസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി സാധനങ്ങളും ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻകം പ്രൂഫിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് പാൻ കാർഡും ആധാർ കാർഡും വെച്ച് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മിനിമൽ ആയിട്ടുള്ള, അതായത് വളരെ കുറവ് ഡോക്യുമെൻറ്റ്സ് മാത്രമേ ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ളൂ. നിങ്ങളുടെ വീടിൻ്റെ ആധാരമൊന്നും കൊണ്ടുവന്ന് ഇതിനകത്ത് കയറ്റി വെക്കേണ്ട ഒരാവശ്യവും ഇല്ല. പൊതുവേ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു അടുത്തുനിന്ന് നിങ്ങൾ ലോണിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം മുതൽ 4 ദിവസം വരെ 6 ദിവസം വരെയൊക്കെ ഇതേപോലെ നിങ്ങൾക്ക് എടുക്കും. ഇത് നാവിക്കകത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഒരു 5 minutes 6 minutes അകത്ത് നിങ്ങൾക്ക് ലോൺ അപ്രൂവ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെറുതെ നിങ്ങൾക്ക് ലോൺ കിട്ടില്ല. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് 650 മേളിലായിരിക്കണം എപ്പോഴും.
പിന്നെ എൻ്റെത് ഏകദേശം ഒരു 1 hour ഞാൻ ഫുള്ളി കംപ്ലീറ്റ് ആക്കി പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് 18 വയസ്സിനും 65 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കായിരിക്കും ഇത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുക, ഇങ്ങനെ ലോണുകൾ എടുക്കാനായിട്ട് പറ്റുക. നിങ്ങൾ സാലറീഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലോ നിങ്ങൾക്ക് ശമ്പളം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്കും നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എത്ര രൂപ മാസം ശമ്പളം വാങ്ങിച്ചിരിക്കണം അല്ലെങ്കിൽ കാശ് കിട്ടിയിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ എത്ര രൂപയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മാറിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇനി എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക, അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നവി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. iOSലും ആൻഡ്രോയിഡിലും ഉണ്ട്. എന്നിട്ട് അതിനകത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു OTP വരും. ആ ഒരു OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പാൻ കാർഡ്, എംപ്ലോയ്മെൻറ്റ് ഏത് ടൈപ്പാണ്, അതായത് ഏത് ടൈപ്പ് ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്, പ്രൊഫഷൻ, അതുപോലെ തന്നെ മന്ത്ലി ഇൻകം എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് ലോൺ ഓഫറുകൾ കാണിക്കും. അതിൻ്റെ അകത്ത് നിന്ന് നിങ്ങളുടെ എമൗണ്ടും അതുപോലെ തന്നെ എത്ര മാസം കൊണ്ട് നിങ്ങൾ തിരിച്ചടയ്ക്കും എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നീട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്നിട്ട് ഈ ഒരു പ്രോസസ്സുകളെല്ലാം കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഈ ഫണ്ട്, അതായത് ലോൺ ഫണ്ട് വന്ന് വീണിട്ടുണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ല. അതായത് ഒരുപാട് പേപ്പേഴ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ലോൺ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് RBI അപ്രൂവ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നിങ്ങൾക്ക് ലോൺ റിജക്റ്റായി പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള, അതായത് അവർ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയകൾ മൊത്തം നിങ്ങൾ എലിജിബിൾ ആണെന്നുള്ളത് മാത്രം നിങ്ങൾ ഉറപ്പ് വരുത്തിയാൽ മതി. 650 ക്രെഡിറ്റ് സ്കോർ, അതുപോലെ തന്നെ 18നും 65 വയസ്സിനും ഇടയ്ക്ക്, അതുപോലെ തന്നെ വേറെ പേയ്മെൻറ്റ് മുടങ്ങിയിട്ടോ ഒന്നുമില്ലാത്ത ഒരു ക്ലിയർ ആയിരിക്കണം എല്ലാ കാര്യത്തിലും. ഇനി എൻ്റെ ഒരു വളരെ റഫായിട്ടുള്ളൊരു സാധനം പറഞ്ഞുതരാം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഞാൻ ഒരു 1 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് എടുത്തത്. അതുപോലെ തന്നെ ഞാൻ കറക്റ്റായിട്ട് അടച്ച് തീർത്തിട്ടുമുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ടുള്ളത്, നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് കരുതി നിങ്ങളുടെ ലക്ഷറിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയൊരു ഇഷ്യൂ ആവും. നിങ്ങളുടെ റിസ്കിൽ തന്നെ നിങ്ങളിത് എടുക്കേണ്ടതാണ്. അതുമാത്രമല്ല, ഞാനും എൻ്റെ റിസ്കിൽ തന്നെയാണ് എടുത്തത്. പക്ഷേ ഞാൻ കറക്റ്റായിട്ട് ആ ഇൻട്രസ്റ്റോട് കൂടി തന്നെ ഞാനിത് അടയ്ക്കുകയാണ് ചെയ്തത്. അടച്ച് ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത് അത് നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഫണ്ട് വേണം, കാശ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ തിരിച്ചടയ്ക്കണം. ആരും ഫ്രീ ആയിട്ടൊന്നും തരില്ല. അപ്പോൾ അതെപ്പോഴും മൈൻഡിൽ വെച്ചിരിക്കുക. ഇതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയണമെന്ന് തോന്നിയതാണ്. പിന്നീട് നിങ്ങളുടെ വീട്ടുകാരുടെ ഒന്നും ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് ഇതിനകത്തൊരു പരിപാടികളും ചെയ്യരുത്. അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. നിങ്ങൾ ഇത്ര ഏജിനൊക്കെ ഇടയ്ക്കുള്ളവരാണ്, നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിനകത്ത് നിന്ന് കാശ് ലോൺ എടുക്കുക. അതാണ് ഏറ്റവും അവസാനമായിട്ട് പറയാനായിട്ടുള്ളത്. അങ്ങനെ പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, വളരെ അടിപൊളിയായിട്ടുള്ളൊരു ആപ്പാണ് നാവി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താ പറയട്ടെ, ഇൻസ്റ്റൻ്റായിട്ട് ഒരു ലോൺ വേണം, ഒരു വലിയൊരു എമൗണ്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മണിക്കൂറുകൾക്കകം നിങ്ങൾക്കത് കിട്ടും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. എനിക്ക് അന്നത്തെ ആ സിറ്റുവേഷനിൽ എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട് വേണമായിരുന്നു. അതായത് എൻ്റെ കയ്യിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കാശ് ഉണ്ടാവും, പക്ഷേ എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട് വേണമെന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ ഇതാണ് നാവി ആപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുന്നതും വളരെ നന്നായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണാം.